1974 ഇടുക്കിയിലെ കമ്പിളികണ്ടത്ത് നന്ദിക്കുന്നൽ മേരിയുടെ എബ്രഹാമിന്റെ മകനായി ജനിച്ച ബാബു എബ്രഹാമിന്റെ നീണ്ട 26 വർഷത്തെ ജീവിതാനുഭവങ്ങളുടെ ഒരു ഓർമ്മയെഴുത്ത് പുസ്തകമാണ് കമ്പിളികണ്ടത്തെ കൽഭരണികൾ. സൊസൈറ്റി ലോണും ജപ്തിയും പേടിച്ച് സ്വന്തം ഭാര്യയും മക്കളെ ഉപേക്ഷിച്ച് എബ്രഹാം പോകുമ്പോൾ നന്ദിക്കുന്നൽ മേരിയുടെ മുന്നിൽ ആത്മഹത്യ മാത്രമായിരുന്നു പോംവഴി. അതിനായി കല്ലാർക്കുടി ഡാമിലേക്ക് സ്വന്തം മക്കളെയും കൂട്ടി എല്ലാം തീരുമാനിച്ചുറപ്പിച്ചാണ് മേരി എന്ന് നടന്നത്. എന്നാൽ അവസാന നിമിഷം 10 വയസ്സുകാരിയായ ജെസ്സിയുടെ ഒരു ചോദ്യം ആ അമ്മയെ വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് കാണുന്ന അമ്മയുടെ ജീവിതത്തോടുള്ള പോരാട്ടം സ്വന്തം മക്കൾക്ക് മാത്രമല്ല, ഈ പുസ്തകം വായിക്കുന്ന ഓരോരുത്തർക്കുള്ള ഒരു പ്രചോദനമാണ്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയ മേരിയുടെ അടുത്ത് നിന്ന് മക്കളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഭർത്താവിന്റെ വീട്ടുകാർ വരുമ്പോൾ എൻ്റെ കാര്യത്തിലോ എൻ്റെ മക്കളുടെ കാര്യത്തിലോ നിങ്ങൾ ആരും ഇനി ഒരു തീരുമാനം എടുക്കില്ല എന്ന് തൻ്റെ അടുത്തോട് പറഞ്ഞ മേരിയെ നമുക്ക് കാണാം. ഇതിനെല്ലാം കൂട്ടുനിൽക്കാൻ ശ്രമിച്ച പള്ളിയിലച്ഛനോട് ദൈവം ചേർത്ത് വെച്ചതിനെ പിരിക്കാൻ തനിക്കാരോടോ പട്ടം തന്നത് എന്ന് ചോദിക്കുന്ന അമ്മയെ നമുക്ക് കാണാം. ഒരു വാട്ടത്തേങ്ങ മോഷിച്ചതിന് സ്വന്തം മകളുടെ കുഞ്ഞു വിരലിൽ അരിവാള് കൊണ്ട് മുറിവേൽപ്പിച്ച അമ്മയെയും നമുക്ക് കാണാം. ചുമടിറക്കുന്ന സമയം ചോദ്യം ചെയ്യാൻ വന്ന യൂണിയൻകാരെ ഒരാണിന്റെ തൻ്റെ ഇടത്തോടെ വിരട്ടി ഓടിക്കുന്ന മേരിയെയും നമുക്കിവിടെ കാണാം. നമ്മുടെ ഈ ജീവിത കാലയളവിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള, നമ്മൾ കടന്നു പോന്നിട്ടുള്ള പല ജീവിത സാഹചര്യങ്ങളും ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അതിനാൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തളർന്നു പോയെന്നോ മനസ്സ് കൈവിട്ടു പോയെന്നോ ഒക്കെ തോന്നുമ്പോൾ ഒരു 3-3.5 മണിക്കൂർ മാറ്റിവെക്കാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ പുസ്തകം വായിക്കാം. മുന്നോട്ട് പോകാനുള്ള എന്തോ ഒരു എനർജി ഈ പുസ്തകങ്ങളിലെ അക്ഷരങ്ങൾ നമുക്ക് സമ്മാനിക്കും. കമ്പിളികണ്ടത്ത് വക്കുപൊട്ടി ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുമായിരുന്ന കൽഭരണികളിൽ വെള്ളം കോരി നിറച്ച ഒരമ്മയുടെ ജീവിതം, അതാണ് കമ്പിളികണ്ടത്തെ കൽഭരണികൾ. മരിക്കുന്നതിന് മുമ്പ് വായിച്ചിരിക്കേണ്ട ചുരുക്കം ചില പുസ്തകങ്ങളിലൊന്ന്, ഇതുവരെ വായിച്ച ഓർമ്മയെഴുത്ത് പുസ്തകങ്ങളിലെ ഏറ്റവും മികച്ച പുസ്തകം. മാത്രമല്ല, നമ്മുടെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ സാർ പറഞ്ഞ പോലെ ചങ്ക് തുളച്ചു കയറുന്ന ഭാഷയിൽ സ്വന്തം ഹൃദയരക്തം കൊണ്ട് ബാബു എബ്രഹാം എഴുതിയ പുസ്തകം, അതാണ് കമ്പിളികണ്ടത്തെ കൽഭരണികൾ.